നമസ്തേ. ഒടുവിൽ കൊടും ഭീകരൻ ആബിദും പടമായി. മതപാഠശാലയുടെ മറവിൽ ഭീകരപ്രവർത്തനം നടത്തി യുവാക്കളിലേക്ക് തീവ്രവാദ ചിന്തകൾ കുത്തിനിറയ്ക്കാൻ പ്രത്യേക കഴിവുണ്ടായിരുന്ന ആബിദ് എന്ന കൊടും ഭീകരൻ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊരു അസറ്റ് തന്നെയായിരുന്നു. ഒടുവിൽ അജ്ഞാതൻ തിരിച്ചെത്തുമ്പോൾ അജ്ഞാതന്റെ തോക്കിനിരയായിരിക്കുകയാണ് ഭീകരവാദികളുടെ തലവനായ ആബിദ്. ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് പാകിസ്ഥാനാണ്. പണ്ടുകാലം മുതൽ തുടരുന്ന ഈ നിലപാട് പലപ്പോഴും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയായിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള പിന്തുണയുണ്ടായിരുന്നുവെന്നത് അന്വേഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുമുള്ളതാണ്. കാശ്മീരിലെയോ പഞ്ചാബിലെയോ തീവ്രവാദികളാണെങ്കിലും അവർക്ക് വേണ്ടുന്ന ആയുധങ്ങളും മറ്റ് സഹായങ്ങളും നൽകിയിരുന്നതും ഇന്ത്യയിലെത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനായിരുന്നു. കാശ്മീർ, പഞ്ചാബ് സ്ഥലങ്ങളിലെ തീവ്രവാദ സംഘടനകളുമായി ഇവർക്ക് ബന്ധവുമുണ്ട്. പല സമയങ്ങളിലും നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാം മാറിമറിയുകയാണ്. പാകിസ്ഥാനിൽ ഇതാ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ തലവന്മാർ അജ്ഞാതരുടെ വെടിയേറ്റ് തുടരെ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരവധി തീവ്രവാദ നേതാക്കന്മാരാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുവായ ഖാരി ഐജാസ് ആബിദാണ് അവസാനമായി അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ പക്തോൺ പ്രവിശ്യയിലെ പെഷവാറിലെ പള്ളിക്ക് സമീപം പട്ടാപകലാണ് ആക്രമണം നടന്നത്. ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടാളിക്കും പരിക്കേറ്റിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ആളാണ് ആബിദ്. ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന മതപണ്ഡിതൻ എന്ന ലേബലിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് ഇയാൾ. പാകിസ്ഥാനിൽ മതപാഠശാലകൾ നടത്തി ഈ മതപാഠശാലകളുടെ മറവിൽ ഇയാൾ അവിടെ പഠിക്കാനെത്തുന്ന ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇയാൾ ഈ മതപാഠശാല ആരംഭിച്ചത് തന്നെ. ഇങ്ങനെ നിരവധി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ജെയ്ഷെ മുഹമ്മദിന്റെ മറ്റ് നേതാക്കന്മാർക്കൊപ്പം ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. തീവ്ര ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ASWJയുടെ സമിതി അംഗവും ഇന്റർനാഷണൽ ഖത്തമി ഇ നബുവത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവിശ്യ തലവനുമായിരുന്നു ഇയാൾ. ചെറുപ്പക്കാരായ ആളുകളിലേക്ക് തീവ്രവാദ ചിന്തകൾ കുത്തിനിറയ്ക്കാൻ ഇയാൾ പ്രത്യേകം കഴിവ് നേടിയിട്ടുള്ള ആളായിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ ബന്ധു മാത്രമല്ല, അവർ സഹപാഠികൾ കൂടിയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഒരേ മതപാഠശാലയിലാണ് ഇവർ പഠിച്ചിരുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇവർ രണ്ടുപേരും ചേർന്നാണ് പ്രധാനപ്പെട്ട തീവ്രവാദ ആക്രമണങ്ങൾ തന്നെ പദ്ധതിയിട്ടിരുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. എന്തൊക്കെയായാലും ഭാരതം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്രവാദികൾ അജ്ഞാതന്റെ വെടിയേറ്റ് മരിക്കുന്നുവെന്ന വാർത്ത ഭാരതീയർക്ക് സന്തോഷം തന്നെയാണ്. ആ അജ്ഞാതൻ ആരായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ഭാരതത്തിന് ഏറെ ഗുണമുള്ളതായിരിക്കും എന്നതാണ് പ്രത്യേകത. നിരന്തരമായി യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്ന ഇവരെ പോലുള്ള ജിഹാദികളെ കൊന്നുതള്ളുന്ന ആ അജ്ഞാതൻ ആരായാലും ഓരോ ഭാരതീയനും അയാളോട് കടപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള അജ്ഞാതന്റെ വെടിയേറ്റ് മരിക്കുന്ന പരമ്പര തുടരുകയാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായ വാർത്ത തന്നെയാണിത്. ഇന്ത്യയിൽ തീവ്രവാദത്തിന്റെ വിത്തുപാകി അടിവേര് തോണ്ടാൻ കാത്തിരുന്ന ജെയ്ഷെ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രമുഖൻ തന്നെയാണ് അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്.